ഇന്നിവിടെയും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് തബ്ലീഗ് ജമാഅത്ത്. അതിനനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ധാരാളം നമ്മുടെ കേരളത്തിൽ തന്നെ കാണാൻ കഴിയുമെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത പ്രമുഖർ തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന് ഫത്വ കൊടുക്കാനുള്ള കാരണം? ഡൽഹി ആസ്ഥാനമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശേഷ്യ കേരളത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് തബ്ലീഗ് ജമാഅത്ത്. നീളക്കുപ്പായവും താടിയും തൊപ്പിയും ധരിച്ച് നിസ്കരിക്കുക എന്ന മുഖമുദ്രയുമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ കയറി വന്ന് ആ ജമാഅത്ത് പരിപാലകരുടെ അനുവാദം വാങ്ങി നിസ്കാരശേഷം അമീർ എഴുന്നേറ്റ് ഒരു ചെറിയ പ്രസംഗം നടത്തും. ആക്ഷേപങ്ങൾ അർഹിക്കാത്ത ചില നല്ല കാര്യങ്ങൾ പറയുകയും പിന്നീട് ആ സ്ഥലത്തുള്ള നല്ല ആൾക്കാരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, ദഅവത്ത് നമുക്ക് നടത്താമെന്ന് പറഞ്ഞ് പല ആൾക്കാരെയും വിളിച്ചുകൊണ്ട് പല വീടുകളിലും പോയി അവിടെ നിന്ന് കുറച്ചൊരു സ്വാധീനമുണ്ടാക്കി അങ്ങനെയെല്ലാം കഴിഞ്ഞുപോയി ജനങ്ങൾക്ക് നടുവിൽ ഒരു നല്ല മാന്യ വേഷം ധരിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ തബ്ലീഗ് ജമാഅത്ത് എല്ലാവർക്കും പുറമെ നല്ലതായി തോന്നാമെങ്കിലും അതിന്റെ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ എതിർക്കാനുള്ള കാരണം? അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം അത് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് സ്വഹാബികളും താബിഈകളും താബികൾ മുഖേന ലഭിച്ച സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. എന്നാൽ വിശ്വാസ ആദർശങ്ങൾ വികലമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരിൽ പലരും പല സ്ഥലത്തും ഇറങ്ങി പുറപ്പെട്ടെങ്കിലും പലതും പലയിടത്തും അസ്തമിച്ചെങ്കിലും അതിന്റെ ചില ബാക്കി ഭാഗങ്ങൾ ഇന്നും അലയടിക്കുന്നുണ്ട്. അതിലൊന്നാണ് വഹാബി, അതിന്റെ മറ്റൊന്നാണ് തബ്ലീഗ്. തബ്ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രാരംഭം തന്നെ നമുക്കറിയാം. അദ്ദേഹം പറയുന്ന ഒരത്ഭുതം. എന്നാണ് തബ്ലീഗ് പ്രസ്ഥാനം തുടങ്ങിയത്? ഹിജറ 1245 ഷാ മുഹമ്മദ് ഇല്യാസ് എന്ന 1303 മുതൽ 1363 കാലയളവിൽ ജീവിച്ച ഈ മനുഷ്യൻ, അദ്ദേഹം രണ്ടാമത്തെ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഉത്തരേന്ത്യയിലെ മേവാത്ത് എന്ന സ്ഥലത്ത് വെച്ച് തബ്ലീഗി ഗസ്ത് ആരംഭിച്ചത്. അത് മുഹമ്മദ് ഇല്യാസ് ഔർ ഉംഗദീനി ദഅവത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 91 പേജിൽ കാണാം. ഇനി നിങ്ങൾ അതിനകത്ത് ഇത് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടി അന്വേഷിക്കണം. അദ്ദേഹം എന്തുകൊണ്ട് ഈ തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി? സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ തബ്ലീഗിനെ അനുകൂലിക്കുന്നവർ പറയാറുണ്ട്, തബ്ലീഗ് ഒരു സംഘമല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു സംഘടനയല്ല എന്നൊക്കെ പറയുമ്പോഴും അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ അല്പ പ്രയാസമുണ്ട്. തബ്ലീഗിന്റെ ഡൽഹി അമീർ അദ്ദേഹം രേഖപ്പെടുത്തുന്ന എന്തുകൊണ്ടാണ് തബ്ലീഗ് തുടങ്ങാനുള്ള കാരണം. അദ്ദേഹം എണ്ണി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം ജീവിതത്തിൽ അസത്യമായ വ്യവസ്ഥകളെ അടിസ്ഥാനപരമായി തന്നെ മാറ്റുകയാണ്. ഒന്നാമത്തെ ലക്ഷ്യം അദ്ദേഹം പറയുന്നു. അതുപോലെ ഈ അടിസ്ഥാനപരമായ മാറ്റം പ്രവാചകന്മാർ അവരുടെ കാലഘട്ടങ്ങൾ തിരഞ്ഞെടുത്ത അതേ രൂപത്തിൽ തന്നെ ആയിരിക്കേണ്ടതാണ്, അല്ലെ? അങ്ങനെ ആയിരിക്കേണ്ടതാണ്. 3, നിലവിലുള്ള മുസ്ലിം സംഘടനകളും വ്യക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയും അമ്പിയാക്കളുടെ മാർഗത്തിലും അല്ല. എന്ന് പറഞ്ഞാൽ ഈ ഇല്യാസ് സാഹിബ് തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കാൻ കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാള് പോലും പ്രവാചകന്മാരെ കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു യഥാർത്ഥമായ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അല്ല. അതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സംഘടന ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അള്ളാഹുവിന്റെ ഒരു ഉന്നതദാസൻ എന്ന് പറഞ്ഞാൽ ഇല്യാസ് സാഹിബാണ് അദ്ദേഹം തന്നെ ഉദ്ദേശിക്കുന്നത്. ഇല്യാസ് സാഹിബ് ഡൽഹി അമീർ പറയുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ ഉന്നതദാസൻ മുഹമ്മദ് ഇല്യാസ് സാഹിബ് അള്ളാഹു ഒരു ബലമേൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സ്പിരിറ്റോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. ഇത് തബ്ലീഗിന്റെ ഡൽഹി അമീർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തബ്ലീഗ് ദസ്തൂറുൽ അമൽ. അതിന്റെ 2ാമത്തെയും 3ാമത്തെയും പേജ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇദ്രീസ് അൻസാരി, അമീർ തബ്ലീഗ് ജമാഅത്ത് ഡൽഹി. ഇതിനു വേണ്ടിയാണ്, അഥവാ ലോകത്തുള്ള കഴിഞ്ഞു വന്നിട്ടുള്ള ആ സമയത്തുണ്ടാകുന്ന മുസ്ലിമീങ്ങൾ ആരും പ്രവാചക പാത പിൻപറ്റാത്തതിന്റെ പേരിൽ
അതിനുവേണ്ടി പ്രവാചകന്മാരുടെ പാതയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇനി ഇവർ പറയുന്നത് പോലെ ഒരു സമുദായം ഒന്നടങ്കം പിഴച്ചു പോകുമോ? ധാരാളം ഹദീസ്, ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമുക്കുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ എന്നായിരുന്നാലും സത്യം നിലനിൽക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എല്ലാവരും പിഴച്ചു പോകുന്ന ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. പോട്ടെ, അതൊക്കെ നിൽക്കട്ടെ. ഇനി ഒന്നുകൂടെ പറയൂ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമായ ഇവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു, നമുക്ക് എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ തബ്ലീഗ് ജമാഅത്തിനെ നമ്മൾ പരിപൂർണമായി എതിർക്കാനുള്ള കാരണം. ഈ തബ്ലീഗ് ജമാഅത്ത് എല്ലായ്പ്പോഴും അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ നശിപ്പിച്ച, ഇസ്ലാമിക ആചാരങ്ങളെ എല്ലാം അനാചാരങ്ങളാക്കി മാറ്റുകയും ഇസ്ലാമിന്റെ സുന്നത്തുകളെ ബിദ്അത്തുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഇബ്നു അബ്ദുൽ വഹാബിനെ ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിനെ മുജാഹിദുകൾ, നമ്മൾ വഹാബികൾ എന്ന് പറയുന്ന ഇവരെ അവർ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ പേരെടുത്തുകൊണ്ട് തന്നെ ഇവർ പറയുന്നൊരു വാക്ക് പറയാം, നോക്കിക്കോളൂ. ഇബ്നു അബ്ദുൽ വഹാബ് ഉൾപ്പെടുന്ന ഓരോരുത്തരും, ഇബ്നു അബ്ദുൽ വഹാബ് സത്യത്തിൽ വഹാബികൾ എന്നറിയപ്പെടുന്ന ഒരാളാണ്. വഹാബികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവരെ ഒരിക്കലും അവർ സുന്നത്ത് ജമാഅത്തിന്റെ ഫത്താവ റഷീദിയ 227 പേജിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ജനങ്ങൾ വഹാബി എന്ന് വിളിക്കുന്നു. ആരാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്? എല്ലാ കുട്ടികൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ ബദ്ധവൈരിയാണ്. ഇസ്ലാമിനെ തകർക്കാൻ നുഴഞ്ഞു വന്ന ഒരു ജൂത ഫാസിസ്റ്റ് തന്ത്രത്തിന്റെ ഇരയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നവൻ മാത്രമാണ് അവൻ. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ജനങ്ങൾ വഹാബി എന്ന് വിളിക്കുന്നു. അദ്ദേഹം നല്ല മനുഷ്യനാണ്, ഹംബലി മദ്ഹബുകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഹദീസുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആളും ബിദ്അത്തിനെയും ശിർക്കിനെയും തടയുന്ന ആളുമായിരുന്നു എന്ന് ഇവരുടെ ഫത്താവ റഷീദിയ 227 പേജിൽ 237 പേജിൽ വിശദീകരിക്കാൻ ഇബ്നു അബ്ദുൽ വഹാബിനെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ്. വഹാബി ആശയങ്ങൾ നിലകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് തബ്ലീഗ് പ്രസ്ഥാനം. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾക്ക് വഹാബികൾ, മറ്റൊരു ഉദ്ധരണി നോക്കൂ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾക്ക് വഹാബികൾ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം നല്ലതാണ്, അദ്ദേഹത്തിന്റെ അനുയായികളും വളരെ നല്ലവരാണ് എന്ന് ഫത്താവ റഷീദിയ 235 പേജിൽ പറയുന്നു. വഹാബികളെയും വഹാബി ആശയങ്ങളെയും അവർ അംഗീകരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം വഹാബി നേതാക്കളായി അംഗീകരിക്കുകയും ഒരിക്കലും നിങ്ങൾ ബിദ്അത്ത് എന്ന പദം പോലും പ്രയോഗിക്കരുത്, ബിദ്അത്ത് എന്നുള്ളത് ഇല്ല എന്ന് പറയുകയാണ്. നോക്കൂ, നിങ്ങൾ ചില സ്ഥലങ്ങൾ ബിദ്അത്ത് എന്ന പദം ജനങ്ങൾക്കിടയിൽ ഓർമ്മിപ്പിക്കാറുണ്ട്. മേലിൽ അത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ബിദ്അത്തിനോട് പോലും ബിദ്അത്തുകളെ ആചാരമാക്കി മാറ്റാനും ആചാരങ്ങളെ അനാചാരമാക്കി മാറ്റാനും പ്രവർത്തിച്ചിരുന്നു. ഇനി ഒരുപാട് വിഷയങ്ങൾ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് അംഗീകരിക്കുന്നതിന് പുറമെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഗൈബ് അറിയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, നോക്കൂ, റസൂലുള്ളാഹി തങ്ങൾക്ക് ഗൈബ് അറിയുകയില്ല, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. നബിക്ക് ഗൈബിന്റെ അറിവുണ്ടെന്ന് വിശ്വസിക്കൽ വ്യക്തമായ കുഫറാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഗൈബിയായ വിജ്ഞാനമുണ്ട്, മറഞ്ഞ കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ അറിയും എന്ന് ഒരാള് വിശ്വസിച്ചാൽ വ്യക്തമായ കുഫറാണ്. ഇത് ഫത്താവ റഷീദിയ 96 പേജിൽ പറയുന്നു. ഇത് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുന്ന മറ്റൊന്ന്, ഇൽമുൽ ഗൈബിലൂടെ, ഗൈബിയായ വിജ്ഞാനത്തിലൂടെ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിച്ച് ദൂരെ നിന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ കുഫറാണ്. ഇസ്തിഗാസ അല്ല. ഒരാളിവിടെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ഗൈബിയായ ഭാഗത്തിലൂടെ റസൂലുള്ളാഹി തങ്ങൾക്ക് എത്തും എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. ഈ വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ ഇത് കുഫറിന് തുല്യമാണ് എന്ന് ഫത്താവ റഷീദിയ 66 പേജിൽ. ഇനി നോക്കൂ, ഫത്താവ റഷീദിയയുടെ 96 പേജ് നോക്കിയാൽ കാണാം, റഹ്മത്തുലിൽ ആലമീൻ എന്ന ഗുണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം പ്രത്യേകമുള്ളതല്ല.
റസൂലുള്ളാഹി തങ്ങൾക്ക് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന മുത്തുനബിയെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ആ ഒരു പരിശുദ്ധമായ പദം അത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം പറയാൻ പറ്റുന്നതല്ല, അത് ആർക്ക് വേണമെങ്കിലും റഹ്മത്തുൽ ആലമീൻ എന്ന് പറയാം എന്ന രൂപത്തിൽ. അതുമാക്കാൾ ഉപരി ഇനി നോക്കിക്കോളൂ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു ഗ്രന്ഥമാണ്. ധാരാളം മുദ്രകൾ ഒരുപാടുണ്ട്. ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡിന്റെ വലിപ്പം കൂടുമെന്ന് പേടിച്ചുകൊണ്ടാണ് തൽക്കാലം കുറയ്ക്കുന്നത്. ഇതും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. സംശയ നിവാരണം നടത്താൻ തയ്യാറുമാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്ന വിഷയം പലപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല എങ്കിലും സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 118-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, സിന ചെയ്യുന്നുവെന്ന് വിചാരിച്ച്, ശ്രദ്ധിക്കുക, സിന ചെയ്യുന്നുവെന്ന് വിചാരിച്ച് ഭാര്യയെ സംയോഗം ചെയ്യുന്നതായി നിസ്കാരത്തിൽ വിചാരിച്ചാലും ശൈഖന്മാരെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ ഹൃദയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കരുതുന്നത് തന്റെ കഴുതയെയും മൂരികളെയും, അസ്തഗ്ഫിറുല്ലാഹ്, തന്റെ കഴുതകളെയും മറ്റേ പോത്ത് അവകളെല്ലാം വിചാരിക്കുന്നതിനേക്കാൾ മോശമാണ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് സിറാത്തുൽ മുസ്തഖീം 118-ാമത്തെ പേജിൽ പറയുന്നു. ഇത് മാത്രമല്ല, ഇതുപോലെ തുടങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അംഗീകരിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം ഇവരും എടുത്തുപിടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇസ്മത്തുള്ളവരല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രവാചകന്മാർക്ക് തെറ്റുകൾ സംഭവിക്കാം എന്നുള്ളതുൾപ്പെടെ, അത്തഹിയാത്ത് റസൂലുള്ളാഹി തങ്ങളെ ഓർക്കുന്നത് പാടില്ല എന്നതുൾപ്പെടെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സലാം പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ഓർക്കരുത് എന്നതുൾപ്പെടെ, ഒരിക്കലും മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറയുന്നതുൾപ്പെടെ, ഗൈബിയായ ഇൽമ അറിയില്ല എന്ന് പറയുന്നതുൾപ്പെടെ, അതിനേക്കാൾ ഉപരി ഇവരുടെ മറ്റൊരു നേതാവാണ് അഷ്റഫ് അലി താനവി എന്ന് പറയുന്ന ഒരാൾ. അഷ്റഫ് അലി താനവി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു ഉദ്ധരണി കൂടെ പറയട്ടെ. അതിനകത്ത് റഹ്മത്തുൽ ആലമീൻ എന്ന ഗുണം